എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേദപുസ്തകമുള്ളവർക്ക് തുറന്ന് ശ്രദ്ധിക്കാം. എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. എസെക്കിയേൽ പ്രവചനം 2-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവുമുള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ഈ ഭാഗം വായിച്ചാൽ 5 കാര്യങ്ങളാണ് ദൈവം ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെ വിഷയം ഇതാണ്: ജനം ചിലത് അറിയണം. നീ ചെന്ന് അവരോട് പറ, അവർ കേൾക്കത്തില്ല. കാരണം അവർ മത്സരഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവർ മത്സരഗ്രഹമാണ്. അവർ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ കേൾക്കുകയില്ല. പക്ഷെ അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും മനുഷ്യപുത്ര, നീ ചെന്ന് അവരോട് പറയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് അവർ അറിയണം. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം ഇവർ കേൾക്കണമെന്നല്ല, ദൈവം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെന്തൊരു ദൈവമാണ്? ദൈവത്തിൻ്റെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടി കേട്ടാലും കേട്ടില്ലെങ്കിലും തൻ്റെ ഒരു പ്രവാചകനെ വിട്ട് അവരോട് ചില കാര്യങ്ങൾ അറിയിക്കണമെന്ന് ദൈവം പറയുകയാണെങ്കിൽ എന്ത് പ്രയോജനം? പ്രൈസ് ഗോഡ്. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കണം. യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ 3 പ്രവാചകന്മാരുടെ കാലഘട്ടം എടുത്ത് നോക്കിയാൽ BC 781 യെശയ്യാ പ്രവാചകൻ പ്രവചനം ആരംഭിച്ചത്. BC 781 എന്ന് പറഞ്ഞാൽ കർത്താവിന് 781 വർഷങ്ങൾക്ക് മുൻപ്. എസെക്കിയേൽ പ്രവചിക്കുന്നത് കർത്താവിന് 525 വർഷങ്ങൾക്ക് മുമ്പ്, BC 525. അപ്പോൾ യെശയ്യാ പ്രവചനവും എസെക്കിയേൽ പ്രവചനവും തമ്മിൽ 266 വർഷത്തെ ഗ്യാപ്പുണ്ട്. യെശയ്യാ പ്രവചനവും യെരമ്യാ പ്രവചനവും തമ്മിൽ ഏതാണ്ട് 150 വർഷത്തെ ഗ്യാപ്പുണ്ട്. പ്രൈസ് ഗോഡ്. 150 വർഷത്തെ ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പം ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. യെശയ്യാവിന് ശേഷം യെരമ്യാവ് വന്നു. യെരമ്യാവിന് ശേഷം എസെക്കിയേൽ വന്നു. എസെക്കിയേലിനോട് പറയുന്നു, ഇനി നീ ചെന്നവരോട് പറയുന്നത് അവർ കേട്ടാലും പ്രശ്നമല്ല, കേട്ടില്ലെങ്കിലും വിഷയമല്ല. പ്രൈസ് ഗോഡ്. പക്ഷെ അവർ ഒരു കാര്യം അറിയണം: ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത്ര വിചിത്രമായ നമുക്ക് മനസ്സിലാക്കാത്ത ഈ ഒരു പ്രസ്താവനയുടെ അർത്ഥമെന്ത്? അതറിയണമെങ്കിൽ യെശയ്യാവ് പറഞ്ഞത് എന്താണ്, യെരമ്യാവ് പറഞ്ഞത് എന്താണ്, എസെക്കിയേൽ പറഞ്ഞത് എന്താണ്, ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ അറിയണം. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാള തൻ്റെ ഉടയവനെയും കഴുത യജമാൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനം അറിയുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2-ാം വാക്യം.
ആകാശമേ കേൾക്ക, ആ ഭൂമിയെ ചെവി തരിക. ആ. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. BC 781 പറയുകയാണ്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. പ്രൈസ് ഗോഡ്. അയ്യോ പാപഭാരമുള്ള ജാതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ചു, അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ്. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്. ഇപ്പം ഇസ്രായേൽ മക്കളുടെ ആത്മീക നിലവാരം ക്രിസ്തുവിന് 781 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ആത്മീയ നിലവാരം നോക്കിയിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ആത്മീകമായി അധപ്പതിച്ചിരിക്കുന്നു, നിങ്ങൾ ആത്മീകമായി പുറകോട്ട് പോയിരിക്കുന്നു, നിങ്ങൾ ആത്മീകമായി മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. നിങ്ങൾക്ക് മിണ്ടാപ്രാണികളായ മൃഗങ്ങളുടെ ബുദ്ധി പോലുമില്ല. കാള, കഴുത, ഇതിൻ്റെ ബുദ്ധി പോലുമില്ല. നമ്മളെക്കുള്ള ഒരു ബുദ്ധിയില്ലാത്തവനെ കഴുതെന്ന് വിളിക്കും, ബുദ്ധികെട്ട കഴുതെന്ന് വിളിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ പ്രവാചകൻ പറയുന്നത് നമ്മളെക്കാളും ബുദ്ധി കഴുതയ്ക്കുണ്ടെന്ന്. തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു, എൻ്റെ ജനമോ അറിയുന്നില്ല. പ്രൈസ് ഗോഡ്. അപ്പം യെശയ്യാവ് വന്ന് ആവശ്യത്തിന് മുന്നറിയിപ്പുകൾ കൊടുത്തു. 150 വർഷം കഴിഞ്ഞപ്പോൾ ജനം പിന്നെയും യെശയ്യാവ് പറഞ്ഞതിനേക്കാൾ വഷളായി, പുറകോട്ട് പിന്നെയും പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് നേരത്തെ പറഞ്ഞു വച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 5-ാം വാക്യം, യെശയ്യാവ് 1:5. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ, നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. അതുപോലെ തന്നെ സംഭവിച്ചു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? 2 വിധത്തിലുള്ള മനുഷ്യർ ലോകത്തുണ്ട്. ഒരു കൂട്ടർ കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ കൂടുതൽ ദൈവത്തെ അന്വേഷിക്കും, അവർ കൂടുതൽ പ്രാർത്ഥിക്കും, അവർ കൂടുതൽ ദൈവത്തെ വിളിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, അവർ ദൈവത്തോട് അടുക്കേണ്ടതിന് പകരം അവരകലും. അവരുടെ പ്രാർത്ഥന കുറയും, വേദപുസ്തക വായന കുറയും, ആരാധനയിൽ താല്പര്യം കുറയും, ദൈവമക്കളോട് താല്പര്യം കുറയും, ദൈവദാസന്മാരോടുള്ള അടുപ്പം കുറയും, ദൈവസഭയോടുള്ള ബന്ധം കുറഞ്ഞു വരും. ആദ്യത്തെ കൂട്ടര് ഗുണം പിടിക്കാനുള്ളവർ, നന്നാകാനുള്ളവർ, അവരുടെ കഷ്ടകാലം മാറും, ദൈവം മാറ്റും. എന്നാൽ രണ്ടാമത്തെ കൂട്ടർ ജീവിതത്തിൽ കഷ്ടം വന്നിട്ടും, രോഗം വന്നിട്ടും, നഷ്ടങ്ങൾ വന്നിട്ടും, ജോലി പോയിട്ടും, ബിസിനസ് തകർന്നിട്ടും, കുടുംബം തകർന്നിട്ടും ദൈവത്തെ അറിയാൻ മടി കാണിച്ച്, ദൈവത്തോട് മത്സരിച്ച്, ഇവരൊക്കെ പറയുന്നത് കേട്ട ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തോ കിട്ടി. എവിടെ പ്രാർത്ഥിച്ചെന്നീ പറയുന്നത്? ഞാൻ വേദപുസ്തകം വായിച്ചിട്ട് എന്ത് കിട്ടി? എന്തോ വായിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തോ വായിച്ചു. ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് എന്തോ കിട്ടി? എവിടെ ആരാധനയ്ക്ക് എപ്പോൾ പോയി? എത്ര നാൾ പോയി? കൃത്യമായി അതും പോയ സമയമൊക്കെ കൃത്യമായിട്ട് പോയോ? തോന്നുമ്പോൾ കയറി ചെല്ലും, തോന്നുമ്പോൾ ഇറങ്ങിപ്പോവും. മനസ്സുണ്ടെങ്കിൽ പോകും, മനസ്സില്ലെങ്കിൽ പോകത്തില്ല. ഇനി അഥവാ ചെന്നാലോ എത്ര ഫാനുണ്ട്, എത്ര ലൈറ്റുണ്ട്, ഇതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയുന്നത് കേൾക്കാൻ മനസ്സില്ല നമുക്ക്. രണ്ടാമത്തെ കൂട്ടർ. രാത്രി ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവവചനം കേട്ട് ദൈവത്തോടടുക്കാൻ ഇടയായവർക്ക് പിന്നീട് പറയാൻ സാധിക്കും, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. ഇന്ന് രാത്രി കഴിഞ്ഞ നാളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായെന്ന് പറയാൻ കഴിഞ്ഞവർക്ക് കരമഴിച്ച് സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്.
ആർക്കെങ്കിലും കരം പൊക്കാൻ കഴിയാതെ പോയെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളത് പറയത്തക്കവണ്ണം ദൈവത്തോട് അടുക്കണം. ദൈവത്തോട് മത്സരിക്കരുത്. നിങ്ങൾക്ക് ഞാൻ വ്യക്തിപരമായ ഒരു ആത്മീയമുണ്ടോ? വ്യക്തിപരമായി ദൈവത്തോടൊരു ബന്ധമുണ്ടോ? വ്യക്തിപരമായൊരു താല്പര്യമുണ്ടോ? വ്യക്തിപരമായൊരു തീക്ഷ്ണതയുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ നിന്നോട് ചേരുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. വ്യക്തിപരമായി പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് സന്ദർശനങ്ങൾ, കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ ദൈവം അയക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കണം. 36-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 8 മുതൽ ഉള്ള വാക്യങ്ങൾ, 8 മുതൽ 11 വരെ. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ. കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാതെ വരിക. നിങ്ങൾ കണ്ടിട്ടില്ലേ, കാട്ടിക്കിടന്ന് സകല വീരപരാക്രമങ്ങളും നടത്തിയിരുന്ന കമ്പനാനെ, കാട്ടാനെ കൊണ്ടുവന്ന് കഴുത്തേലൊരു ചങ്ങല അതിൻ്റെ ഒരറ്റം കാലയിലിട്ടുകൊണ്ട് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിന് പഴയതുപോലെ ഓടാനും ചാടാനും പറ്റുകയില്ല. ഒരു പരിധി കൂടുതൽ കൂച്ചുവിലങ്ങെന്ന് പറയും, കൂച്ചിനിട്ടേക്കുക. സ്റ്റെപ്പ് ആവശ്യത്തിൽ കൂടുതൽ വയ്ക്കാൻ പറ്റുകയില്ല. അവൻ ആഗ്രഹിക്കുന്ന പോലെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുകയില്ല. ഇനി അവൻ ആഗ്രഹിക്കുന്ന പോലെ 2 കൽപ്പിച്ചൊരു സ്റ്റെപ്പ് വെച്ചാൽ തലയും കുത്തി വീഴും. മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, എന്നാൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾക്ക് മുടക്കം വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ പോകുന്നെങ്കിൽ മനസ്സിലാക്കണം, പ്രൈസ് ഗോഡ്, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടാൽ കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടതാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ ഇയ്യോബ് പറയുന്നത് വായിക്കാം. അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും, അവൻ ദൈവം എന്ത് ചെയ്തറിയുമോ, അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കും. പ്രൈസ് ഗോഡ്. എങ്ങനെ കാണിച്ചു കൊടുക്കും? അവൻ എങ്ങനെ കാണിച്ചു കൊടുക്കും? എസെക്കിയേൽ പ്രവചനം നമ്മൾ വായിച്ച 2-ാം അധ്യായത്തിൻ്റെ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, 5-ാം വാക്യം. കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ, അവർ മത്സരഗ്രഹമല്ലോ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അവർ അറിയണം. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നവർ അറിയണം. എങ്ങനെ ദൈവം കാണിച്ചു കൊടുക്കും? ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ അഭിഷിക്തന്മാരെ അയച്ച് അവരോട് കൈ ചൂണ്ടി പറയും, നീ ചെയ്യുന്നത് ശരിയല്ല, നിന്റെ പോക്ക് ശരിയല്ല. ദൈവമക്കളെ, ഇങ്ങനെ വ്യക്തിപരമായി വന്ന് ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്തോത്രം ഒരു മീറ്റിങ്ങിലായിരിക്കും, ഇതുപോലുള്ളൊരു മീറ്റിങ്ങിലായിരിക്കും, ഒരുപക്ഷെ വഴിയോരത്ത് നടക്കുന്ന ഒരു കൺവെൻഷനിലായിരിക്കും, ഒരുപക്ഷെ ഞായറാഴ്ച നിങ്ങൾ ചെല്ലുന്ന സഭായോഗത്തിലെ ദൈവ ശുശ്രൂഷയിലായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ സഭയായി നടത്തുന്ന ഒരു കുടുംബയോഗത്തിലായിരിക്കും, അല്ല വേറൊരു പക്ഷേ പ്രൈസ് ഗോഡ് നിങ്ങൾ ടി വിയിൽ കൂടെ ഓൺ ചെയ്യുന്ന ഒരു ചാനലിലായിരിക്കും. പവർ വിഷനോ മിറക്കിൾ നെറ്റോ ഹോപ്പ് ടി വി, ന്യൂ ഹോപ്പ്, അതെനിക്കറിയത്തില്ല, ഏതുമാകട്ടെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ആയിരിക്കത്തില്ല. ഒരുപക്ഷെ വെറുതെ ഒന്ന് ഓൺ ചെയ്തപ്പോൾ വരുന്നൊരു പ്രസംഗമായിരിക്കും കയറി വരുന്നത്. ചിലപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ യൂട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ യൂ സ്ട്രീമിലായിരിക്കും. ചിലപ്പോൾ വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കുഞ്ഞ് തരുന്ന ഒരു ട്രാക്റ്റിൽ കൂടെ ആയിരിക്കും, ഒരു ലഘുലേഖയിൽ കൂടെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ രാവിലെ വേദപുസ്തകം തുറന്നപ്പോൾ അതിൽ കൂടെ ഒരു വാക്യത്തിൽ കൂടെ ആയിരിക്കും. ഞാൻ സത്യം നിങ്ങൾ പറയാം,
ദൈവം സംസാരിക്കുന്നതാണ്. അങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കണം. യോബ് പറഞ്ഞത് വായിക്കാൻ താഴോട്ട്. അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. അവർ നീതികേട് വിട്ടുതിരുവാൻ കൽപ്പിക്കുന്നു. അവർ നീതികേട് വിട്ടുതിരുവാൻ കൽപ്പിക്കുന്നു. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. കേട്ട് അറിഞ്ഞ് ദൈവത്തോട് അടുത്താൽ, ദൈവത്തെ സ്നേഹിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. ഇനിയും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും. ദിവസങ്ങൾക്ക് മാറ്റം വരും, മാസങ്ങൾക്ക് മാറ്റം വരും, ആണ്ടുകൾക്ക് മാറ്റം വരും. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സൗഭാഗ്യവും തിരികെ കിട്ടും. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ നശിപ്പിക്കാനല്ല, ദൈവം നമ്മെ നശിപ്പിക്കാനല്ല, നമ്മെ പണിയുന്ന ദൈവമാണ്. നമ്മുടെ തലമുറകളെ പണിയുന്ന ദൈവമാണ്. കുടുംബജീവിതത്തെ പണിയുന്ന ദൈവമാണ്. ബിസിനസ്സിനെയും, പ്രൈസ് ഗോഡ്, കച്ചവടത്തെയും മാത്രമല്ല, നമ്മുടെ കൃഷിയെയും സകലത്തെയും പണിയുന്ന ദൈവമാണ്. ദേശം മുഴുവൻ ക്ഷാമമുണ്ടാകുമ്പോൾ, ഇന്ന് സിബി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചു. 6 പേരുടെ മാല പോയി, 7ാമത്തവൻ്റെയും പോണമെന്ന് എവിടെ പറഞ്ഞേക്കുന്നത്? പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പല കാര്യങ്ങളും ഗ്ലോബൽ ട്രെൻഡാണെന്ന് പറഞ്ഞ് അങ്ങ് സമാധാനിക്കുകയാണ്. പ്രൈസ് ഗോഡ്. നീ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ചിലത് ചെയ്യാൻ എൻ്റെ ദൈവം മതിയായവനാണ്. വിശേഷാൽ ചിലത് ചെയ്യാൻ മതിയായവനാണ്. നിന്നെ ഓർത്ത്, നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ തലമുറകളെ ഓർത്ത് എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദുർബല ഹത്തുന ജമനക രകടക സന്ദർ ഖൗഡ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവകൃപ വ്യാപരിക്കണമേ. ജീസസ്. മനസ്സിലാക്കണം, എല്ലാവർക്കും വരുന്നത് പോലെയല്ല നമുക്ക് വരുന്നത്. നീ ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ അന്ധകാരത്തുനിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം, വിശുദ്ധ വംശം, കരുണ ലഭിക്കാത്ത പക്ഷേ ഇപ്പോൾ കരുണ ലഭിച്ചവരാണ്. സർവശക്തൻ്റെ കരുണ കിട്ടിയാൽ പിന്നെ എന്തിനാ ഒരു കുഴപ്പം വരുന്നത്? സർവശക്തൻ്റെ ജനമായി തീർന്നാൽ എന്തിനാണ് ഒരു കുഴപ്പം വരുന്നത്? രാജകീയ പുരോഹിത വർഗമായി തീർന്നാൽ എവിടെയാണ് പ്രശ്നം വരുന്നത്? ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു ദൈവ പൈതലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി സ്വർഗം തരുമെന്ന് വിശ്വസിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, എനിക്കും നിനക്കും പ്രശ്നം വരുന്നത് നാട്ടുകാർക്ക് വരുന്നത് പോലെയല്ല. നാട്ടുകാർക്ക് പ്രശ്നം വരുന്നത് അവനെ നശിപ്പിക്കാൻ, എനിക്കും നിനക്കും പ്രശ്നം വരുന്നത് നമുക്കതിനെ അതിജീവിക്കാൻ. ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നീയും സേവിക്കുന്നത്. ദേശം അറിയാൻ, കൂട്ടുകാരറിയാൻ, നാട്ടുകാരറിയാൻ, വീട്ടുകാരറിയാൻ, ബന്ധുക്കളറിയാൻ, ചാർച്ചക്കാരറിയാൻ, മിത്രങ്ങളറിയാൻ. മനസ്സിലായോ? നമുക്ക് പ്രശ്നം വരുന്നത്, ദൈവത്തിന് സ്തോത്രം, ഈ ലോകത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്, നമുക്ക് പ്രതികൂലങ്ങൾ വരുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവരുടെ മുമ്പിൽ അറിയണം നീ വ്യത്യസ്തനാണ്. ഞാൻ ആദ്യം ചോദിക്കട്ടെ, ഞാനും നിങ്ങളും വ്യത്യസ്തനാണെന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ വ്യത്യസ്തനാണെന്ന് നിനക്കറിയാമോ? എത്ര പേർക്കറിയാം ഞങ്ങൾ വ്യത്യസ്തരാണെന്ന്? ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു. നമ്മൾ പറയും ആനയ്ക്ക് മതം വെട്ടുമ്പോൾ പാപ്പാനെ കുത്തിക്കൊന്നു. പത്രത്തിൽ വരുന്നത് ആനയ്ക്ക് മതം പൊട്ടിയപ്പോൾ പാപ്പാനെ കുത്തിക്കൊന്നു. ഞാൻ പറയുന്നത് ആനയ്ക്ക് മതം പൊട്ടി ഭ്രാന്ത് പിടിച്ചതല്ല, ആനയ്ക്ക് സുബോധം വന്നപ്പോൾ അപ്പോഴാണ്. ആനയ്ക്ക് സുബോധം വരുന്നത് വരെ ഈ പാപ്പാനെ 5 പൊക്കോളം ഒരു വടി, ഒരു ചില്ലി കോമ്പൗണ്ട് ഇടത്തിയാനെ, വലത്തിയാനെ, സെറ്റിയാനെ, ഇരിക്കാനെ, നടക്കാനെന്ന് പറയുമ്പോൾ ഒക്കെ അനുസരിച്ച് കൂടുക പുള്ളി വിചാരിച്ചിട്ടുണ്ടെന്നറിയാം, ഈ പാപ്പാൻ പുള്ളിയേക്കാളും വലുതാന്നാ. പ്രൈസ് ഗോഡ്. ഒരു ദിവസം പുള്ളിക്ക് സുബോധം വന്നപ്പോൾ തിരിഞ്ഞ് നിന്നപ്പോഴാണ് ഇവൻ ഓടുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഞാനാ വലുതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന, നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടിരിക്കുന്ന ദുഷ്ട പിശാചിൻ്റെ മേൽ ജയമെടുക്കത്തക്കവണ്ണം നിങ്ങൾക്ക് അധികാരമുണ്ട്.
പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പൽക്കാലം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. പക്ഷേ പലപ്പോഴും ഇപ്പോഴത്തെ ചിലരുടെ അവസ്ഥ എന്നാണെന്നറിയാമോ? കൂച്ചുവലം കിട്ടേക്ക്. ആനത്തൊടൽ എന്ന് കേട്ടിട്ടില്ല? ആനത്തൊടൽ, ആനച്ചങ്ങല. സാധാരണ ചങ്ങലയല്ല, ആനച്ചങ്ങല. അല്ല, മുഴുത്ത ചങ്ങല. കൂച്ചുവലം കിട്ടേക്കുക. പ്രൈസ് ഗോഡ്. ഇനി വേറെ ചിലരുടെ ഈ പാപ്പാന്മാർ ചെയ്യുന്ന വേറെ പരിപാടിയുണ്ട്. നല്ല ഈ ഇരുമ്പിൻ്റെ തോട്ടിയിട്ട് ചെവിയെ കൂടെ കോർത്ത് പിടിക്കും. ചിലതിൻ്റെ ചെവിക്ക് കോർത്ത് പിടിച്ചേക്കുക. പാപ്പ മേളിൽ കയറുന്ന ഈ ചെവിയുടെ പുറകിൽ പെരുവരിൽ വെച്ച് ഇങ്ങനെ അമർത്തും എന്നാണ് പറയുന്നത്. ആനയ്ക്കും വേദന കൊണ്ട് മരണപരാക്രമം എടുക്കും. ചിലതിൻ്റെ ചെവിക്ക് പുറകെ ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എവിടെയാണ്, എന്താണ് ഈ ചങ്ങല, എന്താണ് ഈ തോട്ടി? ഇത് വേറൊന്നുമല്ല, പാപം, സിൻ. പ്രൈസ് ഗോഡ്. ദൈവത്തോട് മത്സരിച്ച് വഷളായി നടന്ന് നമ്മളുടെ ജീവിതത്തിൽ പാപം കയറുമ്പോൾ നമ്മൾ ശത്രുവിൻ്റെ മുമ്പിൽ പതുങ്ങിക്കിടക്കേണ്ടി വരും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പാപത്തിന് പരിഹാരം വരുത്തിയ പരിശുദ്ധനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ ഉള്ളത്തിൽ വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സകല പാപത്തിനും സൗഖ്യം വന്ന ദൈവത്തിന്റെ പൈതലെ, വിടുതൽ കിട്ടിയ ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കണം. ഈ ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് ബോധം വരും. എന്നാ ബോധം എന്നറിയാമോ? ഞാൻ സാധാരണക്കാരനല്ല. നീ ഈ ബോധം വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബോധവും കൂടെ വന്നിട്ട് കഴിയുമ്പോൾ നീ ഒരൊറ്റ കുടയിൽ കുടഞ്ഞേച്ചാൽ മതി, ഈ തോട്ടിയും പിടിച്ചിരിക്കുന്നവൻ താഴെ തെറിച്ച് കിടക്കും. പ്രൈസ് ഗോഡ്. നിന്നെ കെട്ടിയ ചങ്ങല അവിടെ പൊട്ടി വീഴും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ദൈവകൃപ വ്യാപരിക്കണമേ. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്. Name of Lord Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട്. അപ്പോൾ ഇന്നലെ വരെ നിന്നെ പേടിപ്പിച്ചിട്ടിരുന്ന, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ വരുന്നത് വരെ നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടിരുന്ന പിശാചിനെ നിങ്ങളൊന്ന് എതിർത്ത് നോക്ക്. യേശുവിൻ്റെ നാമത്തിൽ എതിർത്ത് നോക്ക്, വിശ്വാസത്താൽ എതിർത്ത് നോക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എതിർത്ത് നോക്ക്, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എതിർത്ത് നോക്ക്. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
ആമേൻ. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ പട്ടി ചിലർക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ്. പട്ടി കടിക്കാൻ വരുമ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം പരിശോധിച്ചുള്ള, പണ്ടെനിക്ക് പേടിയായിരുന്നു, എനിക്ക് പടി കിട്ടിയിട്ടുണ്ട്, ശരിക്കും കടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, പട്ടി കടിക്കാൻ വരുമ്പോൾ ആദ്യത്തെ പ്രമാണം എന്നറിയാമോ? ഓടരുത്. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ പ്രമാണം, കടിക്കാൻ വരുന്ന പട്ടിയുടെ കണ്ണിലോട്ടൊന്ന് നോക്കുക. പ്രൈസ് ഗോഡ്. നീ നിന്ന് അതിൻ്റെ കണ്ണിലോട്ടൊന്ന് നോക്കിക്കോ, പോലീസ് നായ ആണെങ്കിൽ പോലും കടിക്കുകയില്ല. പ്രൈസ് ഗോഡ്. കാരണം ദൈവത്തിൻ്റെ സ്തോത്രം, നിൻ്റെ ഉള്ളിൽ ഭയം കയറിയാൽ മാത്രമേ അവൻ്റെ ശൗര്യം വർദ്ധിക്കത്തുള്ളൂ. എന്നാൽ നിനക്കിവനെ പേടിയില്ലെന്ന് കണ്ടാൽ, പ്രൈസ് ഗോഡ്, അവൻ ഒരു കാര്യം മനസ്സിലാകും, ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ അസാധാരണക്കാരനാണ്. യു ആർ നോട്ട് നാച്ചുറൽ, ബട്ട് യു ആർ സൂപ്പർ നാച്ചുറൽ. ഇന്ന് രാത്രി ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അനുഭവത്തിന് വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നുവെന്ന്. ഐ എം നോട്ട് നാച്ചുറൽ, ഐ എം നോട്ട് നാച്ചുറൽ, ഐ എം നോട്ട് നാച്ചുറൽ, ഐ എം നോട്ട് നാച്ചുറൽ, ഐ എം സൂപ്പർ നാച്ചുറൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രശ്നം ഒരുപാട് വരും. ഇപ്പം ഞാൻ തന്നെ ഈ കഴിഞ്ഞ 3 ദിവസമായ 4-5 ദിവസം ഒരു വലിയ പ്രശ്നത്തിലായിരുന്നു. ഭയങ്കര പ്രശ്നമാണ്. പരിഹരിക്കാനായിട്ട് ലീഗലായിട്ടും ഫോർമലായിട്ടും ഒഫീഷ്യലായിട്ടും ഒരുപാട് കാര്യങ്ങൾ നടന്നെങ്കിലേ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോൾ ചെന്നോടത്ത് മുഴുവൻ തടസ്സം. പ്രൈസ് ഗോഡ്. ഒടുവിലൊരു കാര്യം തീരുമാനിച്ചു, ഇന്ന് 2-1 അറിഞ്ഞേ പോകത്തുള്ളൂ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷെ ഇതിൻ്റെ പുറകെ ഇന്ന് വൈകുന്നേരം ഏജഹോളിലൂടെ വരികയും വേണം. അവസാനം ഒരു തീരുമാനമെടുത്തു, ദൈവത്തിന് സ്തോത്രം, ഇതിന് പരിഹാരം കണ്ടേ പോകൂ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിനക്ക് അനുകൂലമാകുമ്പോൾ നീ മനസ്സിലാക്കണം, യു ആർ നോട്ട്, നിങ്ങൾ സിമ്പിളായിട്ട് കാണുന്നത് പോലെയല്ല. നിന്നെ പിശാച് അങ്ങേയറ്റം തകർക്കാൻ നോക്കും. പക്ഷേ പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വൈകുന്നേരം 4 മണിക്ക് 5 മണിക്ക് 50 മിനിറ്റുള്ളപ്പോൾ ഞാൻ ഇറങ്ങിയ വിഷയത്തിന് പരിഹാരം കണ്ട് ആണ് ഇവിടെ വരുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിനക്ക് സഹായം തരുന്നൊരു പർവ്വതമുണ്ട്, നിനക്ക് സഹായം തരുന്നൊരു പർവ്വതമുണ്ട്. അവസാന നിമിഷം വരെയും നടക്കത്തില്ല പിശാച് പറയും, എന്നാൽ നിന്റെ വിശ്വാസം പറയട്ടെ, നടക്കും. പ്രൈസ് ഗോഡ്. ഞാനിന്ന് എറണാകുളത്തൂടെ ഏറ്റവും കുറഞ്ഞ ഒരു 10-20 പ്രാവശ്യം ഷട്ടിലടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ നോക്കുമ്പോൾ അങ്ങോട്ടും, അവിടെ നിന്നിങ്ങോട്ടും എല്ലാം ചെല്ലുന്ന വാതിലൊക്കെ അടയുക. പ്രൈസ് ഗോഡ്. പക്ഷെ ഒരു കാര്യം, നീ ദൈവത്തിൽ വിശ്വസിച്ച് അനുസരിച്ച് അങ്ങോട്ട് നിൽക്കാമെങ്കിൽ നിൻ്റെ മുമ്പിൽ, പ്രൈസ് ഗോഡ്, പ്രശ്നങ്ങൾ ഓരോന്നായി കെട്ടുകൾ അഴിഞ്ഞ് മാറുന്നത് കാണും. ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ, ചില തടസ്സങ്ങൾ മാറട്ടെ. All blocks be removed in the name of Jesus. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 11-ാം വാക്യം തൊട്ട് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും. ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. മനസ്സിലായി? ബുദ്ധിമോശത്താൽ. പ്രൈസ് ഗോഡ്. നമ്മളങ്ങനെ ബുദ്ധിമോശത്തെ പോകാനുള്ളവരാണോ? ആണെങ്കിൽ ആണെന്ന്, അല്ലെങ്കിൽ അല്ലെന്ന് ഉറക്കെ പറയാണോ? അല്ല. പ്രൈസ് ഗോഡ്. നമ്മുടെ ബുദ്ധി എന്നാണെന്നറിയാമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പം ഇവിടെ ഇരിക്കുന്ന എന്നെയും കാണുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്ന് പറഞ്ഞാൽ, എനിക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ ദൈവത്തെ അന്വേഷിക്കും, ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് കൂടുതൽ അടുക്കും, കൂടുതൽ ദൈവവചനം വായിക്കും, കൂടുതൽ ഉപവസിക്കും, കൂടുതൽ ആരാധിക്കും, കൂടുതൽ ദൈവകൃപ അനുഭവിക്കും. ഇന്ന് രാത്രി ഞാൻ അനുഭവിക്കുമെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? I will rejoice my Lord and experience the power of God and the power of the Holy Spirit and my deliverance I am going to see with my own eyes. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ പ്രശ്നത്തിൻ്റെ വിടുതൽ ഞാൻ കാണും.
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഭയങ്ങൾ മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. ദൈവത്തിലെ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ നിന്റെ വിടുതൽ കാണും. നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും. സ്വന്തം കണ്ണുകൊണ്ട് കാണും. സ്വന്തം കണ്ണുകൊണ്ട് കാണും. ആമേൻ. ഈ ദൈവത്തിലെ ആശ്രയത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നൊരു വിശ്വാസമുണ്ട്. വിശ്വസിച്ചിട്ട് ആശ്രയിക്കും, സമ്മതിച്ചു. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് വ്യാപരിക്കുന്നൊരു ഫെയ്ത്തുണ്ട്. ആ ഫെയ്ത്താണ് ഞാൻ പറഞ്ഞ ഫെയ്ത്ത്. ഇന്ന് വേണ്ടത് ആ ഫെയ്ത്താണ് വേണ്ടത്. പ്രൈസ് ഗോഡ്. ആ ഫെയ്ത്ത് എന്നാണെന്നറിയാമോ? അപ്പോസ്തലർ 27-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. മനസ്സിലായോ? അപ്പം വിശ്വസിച്ചിട്ടല്ല സംഭവിക്കുന്നത്, സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുവാ 20-ാം വാക്യം വായിച്ചത്? എന്തുവാണ് 20? അതേ അധ്യായം 20, 27-20. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ രാപ്പകൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആകാശം മുഴുവൻ കട്ടി മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പകൽ സൂര്യനെ കാണുന്നില്ല, രാത്രി ചന്ദ്രനെ കാണുന്നില്ല. പിന്നെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. പ്രൈസ് ഗോഡ്. ആ സന്ദർഭത്തിലാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വിഷയത്തിൽ ഇനി മാറ്റം വരാൻ ഒരു സാധ്യതയുമില്ല. ഇത് നശിച്ചത് തന്നെ, ഇത് തകർന്നത് തന്നെ, ഇത് മുടിഞ്ഞത് തന്നെ. ഇത് ആര് പറയും? പിശാച് പണി പറഞ്ഞോട്ടെ, നിങ്ങൾ പറയല്ലേ? പിശാച് പറഞ്ഞോട്ടെ, അവൻ്റെ പണി ഇതാണ്. ഇതാണ് അവൻ്റെ മെയിൻ ജോലി. കർത്താവ് പറഞ്ഞു, അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാനും അല്ലാതെ ദുഷ്ടൻ. ഇപ്പം പിശാചിൻ്റെ സോൾ പർപ്പസ്, എയിം ഇതാണ്: അറുക്കുക, നശിപ്പിക്കുക, മുടിപ്പിക്കുക. പ്രൈസ് ഗോഡ്. അപ്പം പിശാചിൻ്റെ ഡ്യൂട്ടി സിമ്പിളാക്കുകയാണ് നമ്മളിത് പറയുമ്പോൾ. മനസ്സിലായോ? ഞാൻ നശിക്കും, ഞാൻ മുടിയും, ഞാൻ തകരും എന്ന് നമ്മൾ പറയുമ്പോൾ അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും വരുന്ന പിശാചിന് തൻ്റെ ജോലി എളുപ്പമാവുകയാണ്. എന്നാൽ ഇന്ന് രാത്രി പറ, ഞാൻ ദൈവ പൈതലാണ്, ഞാൻ യേശുവിൻ്റെ മകനാണ്. അതുകൊണ്ട് പിശാചേ, ഞാൻ നശിക്കത്തില്ല, ഞാൻ മുടിയത്തില്ല, ഞാൻ തകരത്തില്ല. പിശാചിന് പണിയുണ്ടാക്കി കൊടുക്ക്. ഇന്ന് രാത്രി പിശാച് ശ്രമിക്കട്ടെ. നീ നശിക്കത്തില്ല, നീ മുടിയത്തില്ല, നീ തകരത്തില്ല. ആമേൻ. അപ്പം ഈ പിശാച് പറയുന്നതിനോട് ചേർന്ന് നിന്റെ ബുദ്ധി പറയരുത്. പിശാച് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ബുദ്ധി പറയണം. അതിനെന്ത് വേണം? ബുദ്ധിക്ക് അകത്തോട്ട് ഒരു 10 ഗ്രാം വിശ്വാസം കയറണം. പ്രൈസ് ഗോഡ്. തലയ്ക്കകത്തോട്ട് കുറച്ച് വിശ്വാസം കയറ്റണം. ഇന്ന് രാത്രി ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ പിശാച് എന്തോ പറഞ്ഞു, അതിന് നേരെ എതിരെ പറയാനുള്ള ഒരു വലിയ വിശ്വാസം എത്ര പേർ ആർജിച്ചു കൊണ്ടുവിടുന്ന് ഇറങ്ങിപ്പോകും. പിശാച് പറഞ്ഞു നീ തകരുമെന്ന്, പിശാച് പറയുന്നു നീ മുടിയുമെന്ന്, പിശാച് പറയുന്നു നീ നശിക്കുമെന്ന്. പറയാ, ഇല്ല 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 ഇല്ല, തകരത്തില്ല, മുടിയത്തില്ല, നശിക്കത്തുമില്ല. ജീസസ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് വെല്ലുവിളിക്കുന്ന ദൈവകൃപയുടെ എതിരായി വെല്ലുവിളിക്കുന്ന, വിശ്വാസത്തിനെതിരായി വെല്ലുവിളിക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ ഞാൻ ജയമെടുത്ത് മടങ്ങിപ്പോകും. ജപന ദലമല ഹത്തുന വരമല ഖൗഡേ അസ്സ ജഗന റൈഡ ഷന്ദർ ഖദനക ദനവല ഹത്തുന ജപന ദലബല ഹദര ചലവല ഹദ ശമ്പൽ. ആമേൻ.
എല്ലാം നശിപ്പിച്ച് പിശാചെന്നാ പറയുന്നത്. ഒടുക്കം ഇയ്യോബിൻ്റെ ഉള്ളങ്കാൽ മുതൽ തലവരെ വ്യാപിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഉള്ളങ്കാൽ മുതൽ തലവരെ വ്യാപിച്ചു. കാലോട്ട് നോക്കട്ടെ, അയ്യോ തൊലി പോയി, കാല് പോയി. പ്രൈസ് ഗോഡ്. നഖം പോയി, കാല് പോയി. ദൈവമേ പ്രൈസ് ഗോഡ്. വിരല് പോയി, കൈ പോയി. പ്രൈസ് ഗോഡ്. തലമുടി പോയി, തല പോയി. ഇങ്ങനെ പറയുന്നതിന് പകരം ദൈവത്തിന് സ്തോത്രം, വിരല് പോയാൽ പോട്ടെ, നഖം പോയാൽ പോട്ടെ, തലമുടി പോയാൽ പോട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ ഇങ്ങനെ ക്ഷയിച്ച് ഇല്ലാതെയായാലും അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. യെസ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. അതിന് പകരം കാലയിലോട്ട് നോക്കിയിട്ട് കാലേ തൊലിയില്ല, കാലേ തൊലിയേ പോയിട്ടുള്ളൂ, കാല് പോയിട്ടില്ലെന്ന് പറ. കയ്യിലോട്ട് നോക്കി, കയ്യെ തൊലിയില്ല, കയ്യിലെ തൊലിയേ പോയിട്ടുള്ളൂ, കൈ പോയിട്ടില്ലെന്ന് പറ. തലയിലെ മുടിയേ പോയിട്ടുള്ളൂ, കണ്ണാടി നോക്കിച്ചും തലയിലെ മുടിയേ പോയിട്ടുള്ളൂ, പക്ഷെ തല പോയിട്ടില്ലെന്ന് പറ. തലയുണ്ടെങ്കിൽ മുടിയും വരും, കൈയുണ്ടെങ്കിൽ തൊലിയും വരും, കാലുണ്ടെങ്കിൽ തൊലി വരും. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു കിട്ടുവാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവകൃപയും വ്യാപരിക്കട്ടെ. ജൂറബലഹദുന ജബനക ദഗല റകടക ശന്തർ ഖൗദേ അസ്തന ജബന ദലഗല ഹസ്തൽ ഖൗഡക ദഗനോർ വർഷ. ആമേൻ. അതിന് പകരം ഞാൻ ആദ്യം പറഞ്ഞ പോലെ, അയ്യോ വിരലിലെ തൊലി പോയി, കാല് മൊത്തം പോയേ, കയ്യിലെ ഉള്ളങ്കയിലെ തൊലി പോയി, കൈ മൊത്തം പോയേ, തലമുടി 5-6 പോയി, തല മൊത്തം പോയേ. പിശാചിന് എളുപ്പമായി, പിശാചിന് എളുപ്പമായി. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, എന്തെല്ലാം കണ്ടാലും കലങ്ങാത്തൊരു ഹൃദയത്തോടെ എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്തെല്ലാം വന്നാലും കർത്താവിൽ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഈ പാട്ട് പാടണം. നേരമില്ലാത്തതുകൊണ്ട്, ഇവിടെ പാടാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അവിടെ പറയുന്നു ഓരോരോ സാഹചര്യത്തിൽ നിന്നാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ സ്റ്റാൻസ് ഞാൻ പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ല, ആശ്വാസദേശം മുമ്പിലുണ്ട്. കൈകൊണ്ട് തീർക്കാത്ത വീടുകൾ. അബ്രഹാമിൻ്റെ യാത്രയിൽ കൂടെ ഇരുന്നവൻ, ഹാരാനിൽ യാക്കോബിൻ കൂടെ ഇരുന്നവൻ, മിസ്രയീം ദേശത്തിൽ ഔസേപ്പിന് കണ്ണുനീർ കണ്ടവൻ, മിദ്യാനിൽ മോശയ്ക്ക് സങ്കേതമായവൻ, അവൻ കൂടെയുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും സന്തോഷമായിട്ട് യാത്ര ചെയ്യും. ഉറപ്പാന്നോ? ഉറപ്പാന്നോ? ആര് കൂടെയുണ്ട്? സർവശക്തൻ, സർവശക്തൻ, സർവശക്തൻ. യേശു കൂടെയുണ്ട്, യേശു കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷമായി യാത്ര ചെയ്യും. പറ, യേശു എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. ആമേൻ. യേശു എൻ്റെ മുന്നിലുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ മുന്നിലുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ പിന്നിലുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ പിന്നിലുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ ചുറ്റുമുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ ചുറ്റുമുണ്ട്, ആനന്ദമാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആനന്ദമാനന്ദമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആനന്ദമാനന്ദമേ. ഹല്ലേലൂയ.
ഇപ്പം യേശു കൂടെ ഉള്ളത് കൊണ്ട് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെ കണ്ടില്ലെങ്കിലും കാറ്റടിച്ചുകൊണ്ടിരുന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു വിശ്വാസമുണ്ട്, പൗലോസേ നീ മരിക്കയില്ല, നീ എത്തേണ്ടിടത്ത് എത്തും. ഈ കടൽ നിന്നെ മുക്കത്തില്ല, ഈ തിരമാല നിന്നെ മുക്കത്തില്ല, ഈ കൊടുങ്കാറ്റ് നിന്നെ നശിപ്പിക്കത്തില്ല, നീ എത്തേണ്ടിടത്ത് ഞാൻ നിന്നെ എത്തിക്കും. ആമേൻ. ഈ ഒരു ഉറപ്പ്, ആ ഉറപ്പാണ് നമ്മളെ വ്യത്യസ്തരാക്കി കാണിക്കുന്നത്. പക്ഷെ ബുദ്ധി പറയുന്നത് കേൾക്കല്ലേ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 39-ാം വാക്യം. യോഹന്നാൻ 11:39. യോഹന്നാൻ 11:39. കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവം നിന്നെ സഹായിക്കാൻ ഒരുങ്ങിയിരിക്കുക. യേശു നിന്നെ സഹായിക്കാൻ ഒരുങ്ങിയിരിക്കുക. അതിനുവേണ്ടിയാണ് അവൻ വന്നത്. എന്നിട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞു, കല്ല് നീക്കാൻ. നമുക്ക് എന്തോരം തടസ്സങ്ങളാണ്. കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ച് കാണും. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, തടസ്സം കാണുന്നതിനേക്കാൾ, ദിവസങ്ങൾ എണ്ണുന്നതിനേക്കാൾ, നാശിച്ച അനുഭവങ്ങളെ കാണുന്നതിനേക്കാൾ, മുടിഞ്ഞ അനുഭവങ്ങളെ കാണുന്നതിനേക്കാൾ, തകർന്ന അനുഭവങ്ങളെ കാണുന്നതിനേക്കാൾ, നാറ്റം വെച്ച അനുഭവങ്ങളെ കാണുന്നതിനേക്കാൾ, ജീർണ്യം വെച്ച അനുഭവങ്ങളെ കാണുന്നതിനേക്കാൾ, ജീവനറ്റ അനുഭവങ്ങളെ കാണുന്നതിനേക്കാൾ, ആമേൻ ഹല്ലേലൂയ, ഞാൻ തന്നെ വഴിയും പുനരുത്ഥാനവും സത്യവും ജീവനും എന്ന് പറഞ്ഞ അവങ്കിലേക്ക് നോക്കാൻ ഇന്ന് മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ലാസർ ജീവിക്കും. നിന്റെ ലാസർ ജീവിക്കും. നിന്റെ ലാസർ ജീവിക്കും. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ എഴുതി തള്ളിയ വിഷയമായാലും ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഞാൻ കൽപ്പിക്കുന്ന നിന്റെ വിഷയത്തിന് മറുപടി ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ പോലെ അത്രയും കട്ടിയുള്ള വിഷയം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ഒറ്റ ആൾക്കില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അത്രയും വലിയ വിഷയം പോലും ഒരു വിളി കൊണ്ട്, ഒരൊറ്റ വിളി, ലാസറേ പുറത്തു വാ, ഒരൊറ്റ വിളി കൊണ്ട് പരിഹരിക്കാൻ കഴിവുള്ള നസ്രയനായ യേശുവിന്റെ സാന്നിധ്യം നിന്റെ പ്രശ്നത്തിന്റെ മുൻപിൽ, നിന്റെ കല്ലറയുടെ മുൻപിൽ, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, മരിച്ച് നാറ്റം വെച്ച ശവശരീരം ഇരിക്കുന്ന കല്ലറയുടെ മുൻപിൽ ഇന്ന് രാത്രി ഉണ്ടെന്ന് വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ കഴിയട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാനൊരു സത്യം നിങ്ങൾ പറയാം. നിങ്ങളുടെ പ്രശ്നം എത്ര നാറ്റം വെച്ചതാണെങ്കിലും, എത്ര ജീവൻ പോയിട്ട് 4 ദിവസമായതാണെങ്കിലും, എത്ര വലിയ കല്ല് ഉരുട്ടി വെച്ച് തടസ്സം വച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഒരു കാര്യത്തിന് മനസ്സുണ്ടോ? അനുസരിക്കാൻ മനസ്സുണ്ടോ? അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഉരുട്ടി മാറ്റ്. ഇതാ വിഷയം വെളിയിൽ കൊണ്ടുവരാൻ പോകുകയാണ്. ദൈവത്തെ അനുസരിക്കാൻ, കർത്താവിനെ അനുസരിക്കാൻ, അവന്റെ വചനത്തെ അനുസരിക്കാൻ. പ്രൈസ് ഗോഡ്. അപ്പൊ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരോട് കർത്താവിനൊരു കാര്യം അറിയിക്കാനുണ്ട്. ഒരു ദൈവമുണ്ടെന്നറിയും. മനസ്സിലായോ? ഒരു ദൈവമുണ്ടെന്നറിയും. അപ്പൊ ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിങ്ങളുടെ വിശ്വാസം വ്യാപരിക്കണം. വിഷയത്തിന്മേൽ വ്യാപരിക്കണം, നഷ്ടത്തിന്മേൽ വ്യാപരിക്കണം, കഷ്ടത്തിന്മേൽ വ്യാപരിക്കണം, ജീവിതത്തിലെ പ്രതികൂലങ്ങളിന്മേൽ വ്യാപരിക്കണം, ഇല്ലായ്മയിന്മേൽ വ്യാപരിക്കണം, ദാരിദ്ര്യത്തിന്മേൽ വ്യാപരിക്കണം, പ്രശ്നങ്ങളിന്മേൽ വ്യാപരിക്കണം. അങ്ങനെ വ്യാപരിച്ചിട്ട് ഇന്ന് രാത്രി വലിയൊരു വിടുതലുമായി മടങ്ങിപ്പോകണം. ഒരു വിടുതലുമായിട്ട് മടങ്ങിപ്പോകണം. കല്ല് നീക്കി ഒറ്റ വിളി, ലാസർ വെളിയിൽ വന്നു.
അപ്പം എന്തിനെ ബേസ് ചെയ്തിരിക്കുന്ന അറിയാമോ? അവർ കേട്ടനുസരിക്കണം. ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ കേട്ട് അനുസരിക്കണം. പ്രൈസ് ഗോഡ്. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിലൊരു ഭാഗം നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം, സോറി 12-ാം അധ്യായം. അപ്പോസ്തല 12-ാം അധ്യായം 6-ാം വാക്യം. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേരാത്രി, ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി, 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ ഒരു മിനിറ്റ്. 2 ചങ്ങല, 2 പടയാളികൾ. പ്രൈസ് ഗോഡ്. പിന്നെ 2 കാവൽ. പ്രൈസ് ഗോഡ്. 3 ദൈവത്തിന്റെ സ്തോത്രം, ഒരു ഇരുമ്പ് വാതിൽ. പ്രൈസ് ഗോഡ്. അപ്പം 2 പടയാളികൾ, 2 ചങ്ങല, 2 വാതിൽ 6, ഒരു ഇരുമ്പ് വാതിൽ 7. 7 തടസ്സങ്ങളാണ് പത്രോസിന് രക്ഷപ്പെടാനുള്ള തടസ്സമായിട്ട് വ്യാപരിക്കുന്നത്. 7 വിഷയങ്ങളാണ് തടസ്സമായിട്ട് നിൽക്കുന്നത്. 1 2 ചങ്ങല, 2 പടയാളികൾ, 3 2 കാവല്. പ്രൈസ് ഗോഡ്. അടുത്തത് ഇരുമ്പ് വാതിൽ. ഇനി ഇതിനെ എങ്ങനെയാണ് പത്രോസ് അതിജീവിച്ചെന്നറിയാമോ? താഴോട്ട് വായിച്ച്. ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഉടനെ ഉണരാത്ത താമസം ചങ്ങല പോയി. 2 തടസ്സം പോയി. ഈ ഉറക്കം തൂങ്ങി ഇരിക്കുന്നവൻ ഒന്ന് ഉണർന്ന് കിട്ടിയാൽ മതി, 2 ചങ്ങല പോവും. ഇന്ന് രാത്രി ഉറക്കം മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, 2 ചങ്ങല പോവും. ആമേൻ. ഹല്ലേലൂയ. ഈ ഉറങ്ങുന്ന പത്രോസ് ഉണർന്ന് എങ്ങനെയായിരിക്കും? സാധാരണ ഒരുത്തിന് ഉണർന്നെന്നറിയുന്നത് എങ്ങനെയാണ്? ഉറങ്ങുന്ന ഒരാൾ ഉണർന്നെന്നറിയുന്നത് എങ്ങനെ അറിയുന്നത്? കണ്ണ് തുറന്നു. ആദ്യം കണ്ണൊന്ന് തുറക്ക്. 2 ചങ്ങലും. അടുത്തത് ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ 2ാമത്തെ പരിപാടി എന്ത് ചെയ്തു? അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കാൻ പറഞ്ഞു. പുള്ളി അരയും കെട്ടി ചെരുപ്പ് ഇട്ടു. പറ്റുമോ? നമ്മളാണ് ചോദിച്ചത് എന്തിനാ? ചോദിക്കാൻ നേരമില്ല. അനുസരിക്കാൻ സമയമുണ്ടോ? അനുസരിക്കാൻ മനസ്സുണ്ടോ? തിരിച്ച് ചോദിക്കണ്ടെന്ന്. കാരണം എൻ്റെ ജനമോ എന്നെ അനുസരിക്കുന്നില്ല. അതാ വിഷയം. അനുസരിക്കാൻ മനസ്സുണ്ടോ? അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കി. 3 കാര്യം. പിന്നെ അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക. 4ാമത് പറഞ്ഞു വസ്ത്രം എടുത്ത് പുതയ്ക്ക്. പത്രോസേ വസ്ത്രം പുതച്ചു. 5ാമത് പറഞ്ഞു എൻ്റെ പിന്നാലെ വാ. പ്രൈസ് ഗോഡ്. വേറെ ഒന്നും ചെയ്യണ്ട. വിടുതലിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അനുസരിച്ചാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കർത്താവെ വിശ്വസിച്ചോളാമേ. എന്ത് വിശ്വസിക്കണം? യേശു കർത്താവ്, യേശു കർത്താവ്, യേശു കർത്താവ്. He is the Lord. Jesus is the Lord. Jesus is the Lord. ഇത് വിശ്വസിക്കാൻ എന്ത് സാധിക്കുമെങ്കിൽ മതി. മനസ്സിലായോ? പ്രൈസ് ഗോഡ്. അടുത്തത് അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നുവെന്ന് നിരൂപിച്ചു. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അത്ഭുതം നടക്കും. എന്താ സംഭവിക്കുന്നതെന്ന് പോലും പത്രോസിന് പിടികിട്ടിയില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എന്താണ് നടക്കുന്നതെന്ന് പോലും പിടികിട്ടാതെ വണ്ണം നിന്നെ സ്വതന്ത്രമാക്കത്തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിന്റെ വിഷയത്തിന്മേൽ വ്യാപരിക്കുകയാണ്.
പ്രൈസ് ഗോഡ്. വായിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. ഒന്നാം കാവലും രണ്ടാം കാവലും പുഷ്പം പോലെ കടന്നു. എന്ത് തടസ്സമുണ്ടെങ്കിലും ഒന്നാം തടസ്സവും രണ്ടാം തടസ്സവും മൂന്നാം തടസ്സവും കടന്നാണ് വന്നേക്കുന്നത്. എന്തൊക്കെയാണ്? 2 ചങ്ങലയെ പൊട്ടി 2 പടയാളിയും മാറ്റി. 4 എണ്ണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒന്നാം കാവലും രണ്ടാം കാവലും. 5-ാമത്തെയും തടസ്സം മറികടക്കും, 6-ാമത്തെയും മറികടക്കും. അടുത്തത്. രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുപ്പുവാതുക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ഓട്ടോമാറ്റിക്കലി തുറന്നു. ഇന്ന് രാത്രി ഇരുമ്പ് വാതിലുകളെ പൂട്ടികെട്ട ഇരുമ്പ് വാതിലിനെ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നൊരു ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. ചുമ്മാതല്ല യോബ് പറഞ്ഞത്. കേട്ടനുസരിച്ചാൽ നിന്റെ ആണ്ടുകളെ ആനന്ദത്തിലും ദിവസങ്ങളെ സന്തോഷത്തിലും കഴിച്ചു കൂട്ടും, ഭാഗ്യത്തിലും കഴിച്ചു കൂട്ടും. ഇന്ന് രാത്രി നമുക്ക് ഭാഗ്യമുണ്ടോ? നമ്മളും കഴിച്ചു കൂട്ടുമോ? സന്തോഷമായി കഴിച്ചു കൂട്ടുമോ? സമാധാനമായി കഴിച്ചു കൂട്ടുമോ? ശത്രു നശിപ്പിക്കുമെന്ന വിഷയം നശിക്കത്തില്ലെന്ന് വിശ്വാസമായോ? മുടിക്കത്തില്ലെന്ന് വിശ്വാസമായോ? യേശുവിൻ്റെ നാമത്തിൽ ജയമുണ്ടെന്ന് വിശ്വാസമായോ? അങ്ങനെയാണെങ്കിൽ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ പറയുന്ന പ്രാർത്ഥനയൊന്ന് ഉറക്കെ പ്രാർത്ഥിക്കാമോ? കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രി നിന്റെ വചനത്താൽ എന്നെ വിടുവിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ വചനം ശക്തിയുള്ളത്, മതിയായത്, അതിവേഗം ഓടുന്നത്. ഇന്ന് രാത്രി എൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് ഒന്നാം കാവലും രണ്ടാം കാവലും കടത്തി ഇരുമ്പ് വാതിൽ തന്നെ തുറന്ന് എന്നെ വെളിയിൽ കൊണ്ടുവരാൻ യേശുവിൻ്റെ നാമത്തിന്, യേശുവിൻ്റെ വചനത്തിന്, നസ്രയനായ യേശുവിന് ശക്തിയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ യേശുവേ, രക്തത്താൽ എന്നെ കഴുകണമേ. അടിയനെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കട്ടെ. അമ്മ ആരാധനയുടെ ശക്തി വ്യാപരിക്കട്ടെ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത ആഴ്ച ഏപ്രിൽ 25-ാം തീയതി തൊട്ട് ചില ആഴ്ചകൾക്ക്, ചില മാസങ്ങൾക്ക് ഞാനിവിടെ കാണത്തില്ല. 1-2 മാസങ്ങളിവിടെ കാണത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഈ മീറ്റിംഗ് നടക്കും. ദൈവവചന ശുശ്രൂഷയും വിടുതലുകളും മീറ്റിംഗ് നടക്കും. ഞാൻ എൻ്റെ മക്കളുടെ അടുത്തേക്ക് സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആഴ്ചയും അടുത്ത ചൊവ്വാഴ്ചയും കൂടെ കാണത്തുള്ളൂ. എന്നാലും ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.